PSC സ്ഥിരമായി ചോദിക്കുന്ന ഒരു മേഖലയാണ് ജ്ഞാനപീഠം അവാർഡ്, പ്രത്യേകിച്ച് അവാർഡ് കിട്ടിയ മലയാളികളെ പറ്റി. ജ്ഞാനപീഠം ലഭിച്ച മലയാളികളുടെ പേരും അവാർഡ് കിട്ടിയ വർഷവും കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. അവാർഡ് ജേതാക്കളുടെ പേരുകൾ തന്നിട്ട് അവർക്ക് അവാർഡ് കിട്ടിയ വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓർഡർ ആക്കി എഴുതുക. ഓപ്ഷനിൽ നിന്ന് അവാർഡ് കിട്ടാത്ത ആളിനെ കണ്ടെത്തുക. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഷോട്ടിലൂടെ ജ്ഞാനപീഠ ജേതാക്കളായ മലയാളികളെ പറ്റി പഠിക്കാം. ഇന്ത്യയിലെ ഉന്നതമായ ഒരു സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠം. സരസ്വതി ദേവിയുടെ വെങ്കല ശില്പം, പ്രശസ്തി പത്രം, 11 ലക്ഷം രൂപയുടെ ചെക്ക് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ചത് മലയാളിയായ ജി ശങ്കരക്കുറുപ്പിനാണ്. 1965 ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന രചനയ്ക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത്. 2025 58ാമത് ജ്ഞാനപീഠം ലഭിച്ചത് ജഗദ്ഗുരു റാം ഭദ്രാചാര്യ, സംസ്കൃത പണ്ഡിതനാണ്. ഗുൽസാർ ഉറുദു കവിയാണ്. 2 പേർക്കാണ് 2025 ലഭിച്ചത്. 2024 ഹിന്ദി എഴുത്തുകാരനായ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. ഇനി ജ്ഞാനപീഠം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ആകെ 6 മലയാളികൾക്കാണ് ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ജി ശങ്കരക്കുറുപ്പ് 1965 അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ്. രണ്ടാമത്തേത് SK പൊറ്റക്കാട് 1980 ലഭിച്ചത് ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതിക്ക്. മൂന്നാമത്തേത് തകഴി ശിവശങ്കരപിള്ള 1984 ലഭിച്ചത് കയർ എന്ന കൃതിക്ക്. നാലാമത് ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ് 1995. അഞ്ചാമത് ലഭിച്ചത് ONV കുറുപ്പിനാണ് 2007. ആറാമത് ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് 2019. അപ്പം ഇതേ ഓർഡറിൽ തന്നെ പഠിക്കുക. വർഷങ്ങളും പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. കറക്റ്റ് ഓർഡറിലാക്കാനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ വർഷങ്ങൾ പഠിച്ചാലേ പറ്റുള്ളൂ.